तीन राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. മൂന്ന് രാജകുമാരന്മാർ ഗുരുകുലത്തിൽ अपनी पढ़ाई അവരുടെ പഠിത്തം കഴിഞ്ഞ് പൂരി കർണേക്ക് ബാദ് പഠിത്തം മുഴുവനാക്കിയിട്ട് ഘർ ലോട്ട് രഹേ. ലോട്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക. ഘർ വീട്ടിലോട്ട് തിരിച്ചു പോവുമായിരുന്നു. തീനോ ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഹെ. മൂന്ന് പേരും ഘനെ ജംഗൽ എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, ഗുസർ രഹേ തെ എന്ന് പറഞ്ഞാൽ അതിലെയാണ് പോയിക്കൊണ്ടിരുന്നത്, അതിലെ പോവുകയാണ്. അപ്പോൾ മൂന്ന് രാജകുമാരന്മാർ, ആദ്യത്തെ രാജകുമാരൻ രാജകുമാർ ഏക്, രാജകുമാർ ദോ, രാജകുമാർ തീൻ. ഇത് ആദ്യത്തെ ആൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ. അപ്പോൾ हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. നമ്മൾ മൂന്ന് പേരും ഇസ് ബാത് പർ, ഈ കാര്യത്തിൽ, ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാം. എന്ത് കാര്യത്തിലാണ് അഭിമാനിക്കുന്നത്? कि हमने ज्ञान प्राप्त कर लिया है. അറിവ് നമ്മൾ നേടി, വിദ്യാഭ്യാസം നേടി എന്നതിൽ നമുക്ക് എന്താണ്, ഗർവ് കർ സക്തേ ഹെ. ഓക്കെ, അഭിമാനിക്കാം, നമുക്ക് അഭിമാനിക്കാം. രണ്ടാമത്തെ രാജകുമാർ ദോ പറയാണ്, संसार में कितने कम लोगों को ये സൗഭാഗ്യ പ്രാപ്ത് होता है. സംസാർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, കിത്തനെ കം ലോകോക്കോ, വളരെ കുറച്ച് പേർക്ക് ഈ ലോകത്തിൽ ഇതിനുള്ള സൗഭാഗ്യം കിട്ടുന്നുള്ളൂ. പ്രാപ്ത് होता है എന്ന് പറഞ്ഞാൽ കിട്ടുക. അപ്പോൾ രാജ്കുമാർ തീൻ, മൂന്നാമത്തെ രാജ്കുമാരൻ പറയാണ്, पर हम सबका ज्ञान बराबर नहीं है. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും അറിവ് ബരാബർ നെഹി ഹെ, തുല്യമല്ല, ഈക്വൽ അല്ല. നമ്മളുടെ അറിവൊന്നും, എല്ലാവരുടെയും അറിവ് തുല്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്കുമാർ ഏക് ഫസ്റ്റ് പറയണം, ക്യാ മത്ലബ് ഹെ തുമാരാ, നീ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ രാജ്കുമാർ, മൂന്നാമത്തെ പറഞ്ഞ രാജ്കുമാരൻ പറയാ, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക് ഹെ. എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവെന്ന് പറയുന്നത് തും ദോനോ കെ, നിങ്ങൾ രണ്ടുപേരുടെയും അറിവിനേക്കാൾ കൂടുതലാണ്. അധിക് ഹെ, കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ രാജ്കുമാരൻ പറയാണ്, രാജ്കുമാർ ഏക്, कैसे മൂർഖത വാലി ബാത്തേ കർ രഹേ ഹോ. മൂർഖത വാലി എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ബാത്തേ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. എന്ത് മൂർഖത വാലി, എന്ത് ഫൂളിഷ് ആയിട്ടുള്ള വർത്തമാനമാണ് നീ പറയുന്നത്. മേ തും ദോനോ സെ ബഡാ ഹൂം. അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ്, ഞാൻ നിങ്ങളെ രണ്ടുപേരെക്കാട്ടിലും വലുതാണ്. മേരെ ഹി പാസ് ज़्यादा ജ്ഞാൻ ഹെ. ഞാൻ നിങ്ങളെക്കാട്ടിലും മൂത്തതായതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ ജ്ഞാനം, അറിവ് എൻ്റെ അടുത്താണ്. മേരെ ഹി പാസ് ज़्यादा എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിവ് എൻ്റെ അടുത്താണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാണ്, मैं तो गुरुकुल आने से पहले भी पढ़ता था. ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പും ഞാൻ പഠിക്കുമായിരുന്നു. പഠിക്കുമായിരുന്നു. മേരെ ജ്ഞാൻ തും ദോനോ സെ ज़्यादा ഹെ. എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവ് നിങ്ങൾ രണ്ടുപേരെക്കാട്ടിലും കൂടുതലാണ്. രാജ്കുമാർ ഏക്, അപ്പോൾ ആദ്യത്തെ ആൾ പറയാണ്, മേരെ പിതാ ബഹുത് ബഡേ ജ്ഞാനി ഹെ. എൻ്റെ പിതാവ് വളരെ വലിയ ജ്ഞാനിയാണ്, വളരെ വലിയ അറിവുള്ള ആളാണ്. ഉൻക പുത്ര ഹോനേക്ക് നാത്തെ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ആയത് കാരണം, കെ നാത്തെ എന്ന് പറഞ്ഞ കാരണം, തും ദോനോ സെ ज़्यादा मैं വിദ്വാൻ ഹോ. തും ദോനോ സെ ज़्यादा വിദ്വാൻ ഹോ. നിങ്ങൾ രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ വിദ്വാനാണ് ഞാൻ. നിങ്ങൾ രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ അറിവ് എനിക്കാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുന്നു, പിതാസെ ക്യാ ഹോത്താ ഹെ. അച്ഛന് ജ്ഞാനിയാണെങ്കിൽ അതെന്താ കാര്യം? മേരി തോ മാജി ദേശ് കി മാനി ഹുയി വിദുഷി ഹെ. എൻ്റെ അമ്മ ദേശ് കി,
ഈ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു വിദുഷിയാണ്, പണ്ഡിതയാണ്. മേ ഉൻകി പേട്ട് മേ 9 മഹീനെ രഹാ ഹൂം. ഞാൻ എൻ്റെ അമ്മയുടെ ഉൻകി പേട്ട് മേ വയറ്റിൽ 9 മാസം, അതായത് ജനിക്കുന്നതിന് മുമ്പ് താമസിച്ചിട്ടുണ്ട്. രഹാഹു താമസിച്ചിരുന്നു. മേ തും ദോനോ മേരെ മുക്കാബല നഹി കർ സക്തെ. നിങ്ങൾ രണ്ടുപേരും എന്നെ തോൽപ്പിക്കാനോ എന്നോട് മത്സരിക്കാനോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ല. അപ്പോൾ മൂന്നാമത്തെ രാജ്കുമാരൻ പറയുകയാണ്, മേരെ ഘർ കെ സേവക് തക്, എൻ്റെ വീട്ടിലെ വേലക്കാർ പോലും, സേവക് തക് മഹാപണ്ഡിത് ഹെ, മഹാപണ്ഡിതന്മാരാണ് എൻ്റെ വീട്ടിലെ വേലക്കാർ പോലും. തും ദോനോ മേരെ ആകെ മൂർഖ് ഹോ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുമ്പിൽ വിഡ്ഢികളാണ്. മൂർഖെന്ന് പറഞ്ഞാൽ വിഡ്ഢി. മേരെ ആകെ എൻ്റെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണ്. ഹർ രാജ്കുമാർ അപ്നേക്കോ ബഡാ ജ്ഞാനി മാനത്താ ഹെ. എല്ലാ രാജ്കുമാരന്മാരും സ്വയം വളരെ ജ്ഞാനിയാണെന്ന്, നല്ല അറിവുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു. അസൽ മേ ബഡാ ജ്ഞാനി കോൻ ഹെ. അസൽ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബഡാ ജ്ഞാനി, വലിയ ജ്ഞാനി ആരാണ്? അപ്പോൾ ഈ കഥയുടെ അവസാനത്തിൽ, ഈ നാടകത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ബഡാ ജ്ഞാനി വോ ഹെ ജോ ജിൻകി ജ്ഞാൻ സെ ദൂസറോ കോ ഫായദ ഹോത്താ ഹെ. അത് നമുക്കിനി അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം ആരാണ് ഏറ്റവും വലിയ ജ്ഞാനിയെന്ന്. ഓക്കെ. രാജ്കുമാർ ഏക് ആദ്യത്തെ രാജ്കുമാരൻ പറയാണ്, യഹി ബാത് ഹെ തോ ചലോ പരീക്ഷ ഹോ ജായേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരീക്ഷ നടത്താം. രാജ്കുമാർ 3. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയാണ്, യഹി ബാത് ഹെ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ അറിവിനെ പ്രദർശിപ്പിക്കൂ. പരിചയ ദോ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. നിൻ്റെ അറിവിനെ നീ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാണ്, രാജ്കുമാർ ദോ ജ്ഞാൻ കാ പരിചയ് ജ്ഞാനി കോ ദിയാ ജാത്താ ഹെ. ഈ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഇൻട്രൊഡക്ഷൻ ജ്ഞാനിയുടെ മുമ്പിലാണ് പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ, ആ പരിചയം ജ്ഞാനിയുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുള്ളൂ. മൂർഖോക്കെ നഹി. മൂർഖ് എന്ന് പറഞ്ഞാൽ വിഡ്ഢികളുടെ മുമ്പിൽ കാണിക്കാനുള്ളതല്ല അറിവ് എന്ന് രണ്ടാമത്തെ ആൾ പറയുന്നു. അപ്പോൾ മൂന്നാമത്തെ രാജ്കുമാരൻ പറയാണ്, തും മേരാ അപമാൻ കർ രഹേ ഹോ. നീ എൻ്റെ അപമാനമാണ് കാണിക്കുന്നത്, എന്നെ അപമാനിക്കുകയാണ്. ആദ്യത്തെ രാജ്കുമാരൻ പറയുന്നു, അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ നഹി തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. അപ്പോൾ ആദ്യത്തെ രാജ്കുമാരൻ രണ്ടാമത്തെ ആളോട് പറയാണ്, നീ മര്യാദയ്ക്ക് നിൻ്റെ അറിവിൻ്റെ ഇൻട്രൊഡക്ഷൻ, നിൻ്റെ അറിവ് കാണിക്കുക, നിനക്ക് എത്ര അറിവുണ്ടെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് ശിക്ഷ തരും. ദണ്ഡ് ദേംഗെ ഹം തുംകോ, ഞങ്ങൾ നിനക്ക് ദണ്ഡ് ദേംഗെ. ദണ്ഡെന്ന് പറഞ്ഞാൽ ശിക്ഷ തരും. അപ്പോൾ രാജ്കുമാർ ദോ ഇധർ ഉധർ ദേഖ്താ ഹെ. ആ രണ്ടാമത്തെ രാജ്കുമാരൻ അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ്. ഉസെ കിസി ജാൻവർ കി ഹഡ്ഡിയാ പടി ദിഖായി ദേത്തി ഹെ. അപ്പോൾ അവന് അവിടെ അടുത്ത് ഏതോ ഒരു ജാൻവർ കി ഹഡ്ഡി, ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ അസ്ഥികൾ അവിടെ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ രാജ്കുമാർ ദോ, രണ്ടാമത്തെ ആ പുള്ളി പറയാണ്, യേ ഹഡ്ഡിയാ ദേഖ് രഹേ ഹോ. ഈ കിടക്കുന്ന അസ്ഥികൾ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് രാജ്കുമാരൻ പറയാണ്, ഞങ്ങൾക്ക് കാണാം. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുന്നു, മേ അപ്നെ ജ്ഞാൻ സെ ബത്താ സക്താ ഹൂം കി യേ ഹഡ്ഡിയാ ഷേർ കി ഹെ. അപ്പോൾ ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ട്, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ പറയാം, ഈ അസ്ഥികൾ, ഈ ബോൺസ് ആരുടെയാണ്? ഷേർ കി ഹെ. ഷേർ എന്ന് പറഞ്ഞാൽ ലയൺ, സിംഹത്തിൻ്റെ ആണെന്ന് ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ട് പറയുന്നു. അപ്പോൾ രാജ്കുമാർ 3 പറയുകയാണ്, മൂന്നാമത്തെ രാജ്കുമാരൻ, ബസ്
ये तो मामूली बात है. ഇത് വളരെ നോർമൽ കാര്യമാണ്. ഇത് വലിയ ജ്ഞാനത്തിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇത് സാധാരണ ആർക്കും പറയാൻ പറ്റിയ ഒരു ആൻസറാണ്. मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल मड़ सकता हूँ. ഞാൻ ഈ അസ്ഥികളുടെ മേളിൽ മാംസവും അതിൽ രക്തവും അതിൻ്റെ മുകളിൽ തൊലിയും കൊണ്ട് മൂടാൻ എനിക്ക് സാധിക്കും. ലോ മേ മന്ത്ര പഠിത്താഹും. ഇതാ ഞാൻ മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. രാജ്കുമാർ തീൻ മന്ത്ര പഠിത്താ ഹെ. മൂന്നാമത്തെ രാജകുമാരൻ അങ്ങനെ പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലുന്നു. और शेर की हड्डियों पर मांस, उनमें रक्त और उनके ऊपर खाल आ जाती हैं. അപ്പോൾ അസ്ഥികൾക്ക് മുകളിൽ മാംസവും രക്തവും അതിൻ്റെ മുകളിൽ തൊലിയും, അതായത് സ്കിന്നും വന്നു മൂടുന്നു. രാജ്കുമാർ ഏക്. അപ്പോൾ ആദ്യത്തെ രാജ്കുമാരൻ പറയാണ്, അരേ ഹാ യേ തോ ഹോ ഗയാ. അത് ശരിക്കും ആ അസ്ഥികൾക്ക് മുകളിൽ മാംസവും രക്തവും തൊലിയും ഒക്കെ വന്നിരിക്കുന്നു. രാജ്കുമാർ തീൻ, മൂന്നാമത്തെ രാജ്കുമാരനപ്പോൾ പറഞ്ഞു, മൂർഖോ അബ് തോ തും സംജോ. നിങ്ങൾക്ക് അബ് തോ തും സംജേ. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. മേ തും സബ്സെ ബഡ വിദ്വാൻ ഹോ. നിങ്ങളെക്കാളൊക്കെ ഞാൻ വളരെ ജ്ഞാനിയാണ്, വിദ്വാനാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാണ്, ലേക്കിൻ ക്യാ തും, ഒന്നാമത്തെ ആൾ, ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്തേ ഹോ. നിനക്ക് ഇതിൽ ഈ ലയണിൽ ഈ സിംഹത്തിന് ജീവൻ വെപ്പിക്കാൻ പറ്റുമോ? രാജ്കുമാർ തീൻ. അപ്പം മൂന്നാമത്തെ പുള്ളി പറഞ്ഞു, നഹി, എനിക്ക് അതിന് കഴിയില്ല. പർ യേ തോ തും ഭി നഹി കർ സക്തേ. അത് നിനക്കും പറ്റില്ല എന്ന് മൂന്നാമത്തെ രാജ്കുമാരൻ പറയും. പക്ഷേ ഫസ്റ്റ് രാജ്കുമാർ ഏക് പറയാണ്, മേ ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്താ ഹൂം. ഞാൻ ഈ ഷേറിന്, ഈ സിംഹത്തിൽ ജീവൻ വെപ്പിക്കാനും എനിക്ക് സാധിക്കും. പ്രാണെന്ന് പറഞ്ഞാൽ ജീവൻ ഇടാൻ സാധിക്കും, ജീവൻ വെപ്പിക്കാൻ സാധിക്കും. രാജ്കുമാർ ദോ. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാണ്, പറയസ മത് കർണ. പക്ഷേ അങ്ങനെ ചെയ്യരുത്. മത് കർണ, അങ്ങനെ ചെയ്യരുത്. രാജ്കുമാർ ഏക് അപ്പോൾ ചോദിക്കാനെ, എന്താണ്, ക്യോं, എന്താ? രണ്ടാമത്തെ ആൾ പറയാണ്, ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗ. അപ്പോൾ ജീവൻ വന്നു കഴിഞ്ഞാൽ ആ സിംഹം നമ്മളെ തിന്നുകളയും. ഖാ ജായേഗ, തിന്നുകളയും. അപ്പോൾ ഒന്നാമത്തെ ആൾ പറയാണ്, പർ മുझे तो സിദ്ധ് കർണ ഹേ കി മേ തും ദോനോ സെ ബഡാ ജ്ഞാനി ഹൂം. പക്ഷേ എനിക്ക് ഇത് തെളിയിക്കണം. സിദ്ധ് കർണ എന്ന് പറഞ്ഞാൽ തെളിയിക്കുക. കി മേ തും ദോനോ സെ ബഡാ ജ്ഞാനി ഹൂം. നിങ്ങൾ രണ്ടാളെക്കാളിലും ഞാൻ കൂടുതൽ ജ്ഞാനിയാണ്, അറിവുള്ളതാണെന്ന് എനിക്ക് തെളിയിക്കണം. അപ്പോൾ മൂന്നാമത്തെ ആൾ പറയണ, നഹി, അരുത്, ഷേർ ഹമേ ഖാ ജായേഗ. രണ്ടാമത്തെ ആളും പറഞ്ഞു, മൂന്നാമത്തെ ആളും പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ആ സിംഹം നമ്മളെ തിന്നുകളയും. അപ്പോൾ രാജ്കുമാർ ഏക് മന്ത്ര പഠിത്താ ഹെ. ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ഒന്നാമത്തെ രാജ്കുമാരൻ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഓർ ഷേർ ജീവിത് ഹോ ഗയാ. അപ്പോൾ സിംഹത്തിന് ജീവൻ വന്നു. ഷേർ ദഹാഡ്കർ, ഗർജിച്ചുകൊണ്ട്, ദഹാഡ്ന എന്ന് പറഞ്ഞാൽ ഗർജിക്കുക, ഗർജിച്ചുകൊണ്ട് ഉനക്കി തരഫ് ബഡ്താ ഹെ. അവർക്ക് നേരെ ചീറ്റി ഗർജിച്ചുകൊണ്ട് അവരെ പിടിക്കാൻ പോവുകയാണ്. വേ ബച്നേക്ക് കോശിഷ് കർത്തേ ഹെ. അവർ രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. രക്ഷപ്പെടാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നു. രാജ്കുമാർ ദോ അബ് ഹം ബച്ച് നഹി സക്തേ. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയാണ്, നമുക്കിനി രക്ഷയില്ല, നമ്മൾ രക്ഷപ്പെടുന്നു തോന്നുന്നില്ല. ഇപ്പോൾ മൂന്നാമത്തെ ആൾ പറയുന്നു, ഷേർ ഹമേ ഖാ ഹി ജായേഗ. സിംഹം നമ്മളെ തിന്നുക തന്നെ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ആൾ പിന്നെയും പറയാണ്, അരേ വോ ദേഖോ കോൻ ആ രഹാ ഹെ.
അത് നോക്കൂ ആരാ വരുന്നതെന്ന്, കോൻ ആരാ വരുന്നതെന്ന്. ഇപ്പോൾ രാജ്കുമാർ തീൻ മൂന്നാമത്തെ ആൾ പറയണ അരേ വോ തോ ഗുരുജി ഹെ, അവരുടെ ഗുരുജിയാണത്. ഗുരുജി പാസ് ആ ജാത്ത ഹെ, ഗുരുജി അടുത്തെത്തി. ഇപ്പോൾ രാജ്കുമാർ ദോ രണ്ടാമത്തെ രാജ്കുമാരൻ പറയാണ് ഗുരുജി ഹം ലോഗ് സങ്കട്ട് മേ പട് ഗയേ ഹെ, ഞങ്ങൾ സങ്കട്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, ഞങ്ങളൊരു പ്രോബ്ലത്തിൽ പെട്ട് കിടക്കുകയാണ്. ഗുരുജി ഹം ലോഗ് സങ്കട്ട് മേ പട് ഗയേ ഹെ. രാജ്കുമാർ ക്യൂ സങ്കട്ട് മേ പട് ഗയേ, രാജ്കുമാർ എങ്ങനെയാണ് പ്രശ്നത്തിലായത്, എങ്ങനെയാണ് പ്രശ്നത്തിലായത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നത്തിലായത്? ഉन्होंने एक मरा हुआ शेर को जिंदा कर दिया और जिंदा करने के बाद वो शेर इन्हें पकड़ने दौड़ा रहा है. तो അങ്ങനെ സിംഹത്തിന് ജീവൻ വന്നപ്പോൾ ഇവരെ പിടിക്കാനായിട്ട്, ഇവരെ ആക്രമിക്കാനായിട്ട് ഓടിക്കുകയാണ്. അങ്ങനെയാണ് അവർ പ്രോബ്ലത്തിൽ പെടുന്നത്. ഗുരു മേ ജാൻതാ ഹൂँ, എനിക്കറിയാം അത്. രാജ്കുമാർ ഏക്, അപ്പോൾ ഒന്നാമത്തെ രാജ്കുമാരൻ പറയാണ് ഗുരുജി ഹമാരി ജാൻ ബച്ചായിയേ, ഗുരുജി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ. ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ബച്ചായിയ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ. ഗുരുജി അപ്പോൾ പറയാണ് മുझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है. എനിക്ക് അറിയാമായിരുന്നു, മുझे मालूम था, എനിക്ക് അറിയാമായിരുന്നു, തും ലോഗോ കെ അന്തർ, നിങ്ങളുടെ ഉള്ളിൽ അഭി ഇപ്പോൾ അഹങ്കാരം ഒരുപാടുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. തും അപ്നെ ജ്ഞാൻ കാ നുക്സാൻ ഭി കർ സക്തേ ഹോ, എനിക്കിതും അറിയായിരുന്നു, നിങ്ങളുടെ ഈ അറിവിനെ അതിൻ്റെ നുക്സാൻ ഭി കർ സക്തേ ഹോ, അത് ആ അറിവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തെറ്റ് ചെയ്യും, അപ്പോൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും, നിങ്ങളുടെ അറിവും നഷ്ടപ്പെടും. അപ്പോൾ ആ ജ്ഞാനം നഷ്ടപ്പെട്ടു പോവാനും സാധ്യതയുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് ഗുരുജി പറയാണ്. ഇസിലിയെ മേ തും ലോഗോ കെ പീച്ചെ ആ രഹാ ഥാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ തും ലോഗോ കെ പീച്ചെ നിങ്ങളുടെ പുറകെ വന്നത്. രാജ്കുമാർ ഏക് ഒന്നാമത്തെ രാജ്കുമാരൻ പറയാണ് ഗുരുജി മുझसे ബഡി ഗൽത്തി ഹോ ഗയി ഹെ. അപ്പോൾ ഒന്നാമത്തെ രാജ്കുമാരൻ പറഞ്ഞു മുझसे, എന്നിൽ നിന്നും ബഡി ഗൽത്തി ഹോ ഗയി ഹെ, വലിയ ഒരു തെറ്റാണ് പറ്റിയത്. ഷേർ ഹം സബ്കോ ഖാ ജായേഗ, ആ സിംഹം നമ്മളെ എല്ലാവരെയും തിന്നും. ഗുരുജി അപ്പോൾ പറയാണ് അബ് മേ അപ്നെ ജ്ഞാൻ സേ ഇസ് ഷേർ കോ ബക്കറി ബനാ ദൂങ്ക. ഈ സിംഹം ഇവരെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ ഗുരുജി പറയാണ് ഞാൻ ഈ സിംഹത്തിന് ബക്കറി ബനാ ദൂങ്ക, ബക്കറി എന്ന് പറഞ്ഞാൽ ആടാക്കും ഞാൻ എൻ്റെ കഴിവുകൊണ്ട്. ഗുരുജി മന്ത്ര പഠിത്താ ഹെ, ഗുരുജി മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഷേർ ബക്കറി ബൻ ജാത്താ ഹെ, ആ സിംഹം ആടായി മാറി. ഓർ മിമിയാനെ ലഗ്താ ഹെ, മിമിയാന എന്ന് പറഞ്ഞാൽ മ്യോ മ്യോ എന്ന് പറഞ്ഞാൽ കരച്ചിലുണ്ടല്ലോ, അത് അങ്ങനെ കരയാൻ തുടങ്ങി, ആട് കരച്ചിൽ തുടങ്ങി. ഗുരുജി ശിഷ്യന്മാരെ ധ്യാൻ രഹേ, ശ്രദ്ധിക്കൂ. വഹ് ജ്ഞാൻ ജിസ്സെ अपना या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. അപ്പോൾ ആ ജ്ഞാനം അതുകൊണ്ട് സ്വന്തമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ അപ്ന യാ ദൂസറോ കാ നുക്സാൻ ഹോ, നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് ജ്ഞാനമല്ല, അതറിവല്ല, ബൽക്കി അജ്ഞാനമാണ്. अज्ञान है, जो ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए ही होता है. അപ്പോൾ ജ്ഞാനി ആരാണ്? जो सबकी भलाई कर सकता है. ज्ञान तो सबकी भलाई के लिए ही होता है. भलाई എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപകാരത്തിന്, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന, മറ്റുള്ളവർക്ക് നല്ലത്
സംഭവിക്കുന്ന അങ്ങനെയുള്ള ജ്ഞാനമേ ഒരു ശരിക്കുമുള്ള ജ്ഞാനമുള്ളൂ. അങ്ങനെയുള്ള ആളെ ശരിക്കുള്ള ജ്ഞാനി ആവുന്നുള്ളൂ. അപ്പോൾ സഭി അഭിനേത എല്ലാവരും രാജകുമാരന്മാരും നമ്മുടെ ഗുരുജിയും എല്ലാവരും കൂടിയിട്ട് പറയാണ്, ഏക് സാത്ത് കൈ ബാർ കേത്തെ. ഏക് സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം, കൈ ബാർ പല പ്രാവശ്യം പറയുന്നു. ജ്ഞാൻ തോ സബ്കി ഭലായിക്ക് ലിയേ ഹി ഹോത്താ ഹെ. ജ്ഞാനമെന്ന് പറയുന്നത് എല്ലാവരുടെയും ബെനഫിറ്റിന് വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും നല്ലതിനു വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ നാടകം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.